പൂരം വൈബ് ഇന്നലെ തന്നെ അതിലോട്ട് കടന്നതാണ്. എന്തായാലും ഇന്ന് രാവിലെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇന്നലെ രാത്രിയൊക്കെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം തൃശ്ശൂരെ മാത്രമല്ല പൂരം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് മുതൽ അല്ലെങ്കിൽ അങ്ങ് വയനാട് നിന്ന് മുതൽ കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തി താമസിച്ച് ഈ പൂരമൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങുന്ന ആളുകളുടെ വലിയൊരു നിര തന്നെയാണുള്ളത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇനി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് എത്തുക എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. പൂരം അതിൻ്റെ ഒരു വൈബിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെന്ന് തന്നെ അറിയാൻ പറ്റുന്നത്. എന്നോടൊപ്പം നന്ദു ചേരുന്നുണ്ട്. നന്ദു മുൻവർഷങ്ങളിലും പൂരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക. എങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഇങ്ങോട്ട് ഘടകപൂരങ്ങളാണ് ആദ്യം വന്ന് തുടങ്ങുന്നത്, അതിനുശേഷമുള്ള നടപടികൾ എങ്ങനെയാണെന്ന് ആദ്യം തന്നെ പ്രേക്ഷകരോടൊന്ന് പറയും. അതായത് പൂരത്തിന്റെ ഒരു ആവേശത്തിലേക്ക് ഇപ്പൊ കടക്കുകയാണ്. ആദ്യം തന്നെ കണിമംഗലം ശാസ്താവാണ് ഇങ്ങോട്ട് ആദ്യ ഘടകപൂരം എത്തുക. അതൊരു 7 മണി 7:30 കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ഇങ്ങോട്ട് എത്തുന്നത്. അതോടുകൂടി ഘടകപൂരങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഏതാണ്ട് അവിടെ നിന്നും കണിമംഗലം ശാസ്താവ് എഴുന്നള്ളത്ത് തുടങ്ങിയിട്ടുണ്ടാകും. അതിന് തൊട്ട് പിന്നാലെ ഓരോ ഘടകക്ഷേത്രങ്ങളുമായി ഈ വടക്കുംനാഥന്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയാണ് ചെയ്യുക. ആദ്യം കണിമംഗലം ശാസ്താവ്. അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ കണിമംഗലം ശാസ്താവ് അല്പം പ്രായമുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വെയിലും മഴയും കൊള്ളുന്നതിന് മുൻപ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വടക്കുംനാഥന്റെ സന്നിധിയിൽ എത്തിച്ച് തിരികെ പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഒരു 7 മണിക്കും 7:30 ഇടയിലായിട്ട് കണിമംഗലം ശാസ്താവിന്റെ ഘടകപൂരം ആദ്യമായി തൃശ്ശൂരിന്റെ വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തുക. ഇതോടുകൂടി ഒരു പൂരത്തിന്റെ ഒരു ആവേശത്തിലേക്ക്, പൂർണ്ണമായ ഒരു ആവേശത്തിലേക്ക് കടക്കുകയാണ്. അതിന് പിന്നാലെ ഓരോ ഘടകപൂരങ്ങളുമായി ഈ തൃശ്ശൂരിന്റെ വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തുകയായി. അതേസമയം ഈ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾ, പ്രധാന പങ്കു വഹിക്കുന്ന തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ടാകും. തിരുവമ്പാടി രാവിലെ 7 മണിക്ക് തന്നെ അവരുടെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 7 മണിക്ക് തന്നെ തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് തുടങ്ങും. അത് അവിടെ നിന്നും മഠത്തിലേക്കാണ് പോവുക, തെക്കേ മഠത്തിലേക്കാണ് പോവുക. അവിടെ നിന്നും ആണ് വളരെ പ്രശസ്തമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. അവിടെ നിന്നും മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി നായ്ക്കനാലിലേക്ക് തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് നടക്കും. അവിടെ നിന്നും 15 ആനകളുടെ അകമ്പടിയോടുകൂടി ഈ പടിഞ്ഞാറേ നട വഴി വടക്കുംനാഥന്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് തിരുവമ്പാടിയുടെ വരവ് വരും. അതേസമയം പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളത്ത് കൂടെ ഉണ്ടാകും. അതും അവിടെ നിന്നും പാണ്ഡ്യയുടെ ഒരു അകമ്പടിയോട് കൂടിയാണ് നടക്കുക. അങ്ങനെ കിഴക്കേ നട വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്ത് വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് കയറും. അവിടെയാണ് വളരെ പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം നടക്കുക. അത് ഏതാണ്ട് 2:30 തുടങ്ങി 4:30 വരെ 2.5 മണിക്കൂറോളമാണ് ഇലഞ്ഞിത്തറ മേളം നടക്കുക. അത് ഏറ്റവും വലിയൊരു സിംഫണി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാദ്യമേളമാണ് ഇലഞ്ഞിത്തറ മേളം. അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. അത് പാണ്ടിമേളമാണ്. പൊതുവെ ക്ഷേത്രത്തിനകത്ത് ഈ പാണ്ടിമേളം കൊട്ടാറില്ല. പക്ഷേ ശക്തൻ തമ്പുരാൻ ഈ തൃശ്ശൂർ പൂരത്തിന് ഒരു രൂപം നൽകിയ സമയത്ത് അദ്ദേഹം നിഷ്കർഷിച്ച ഒരു കാര്യമാണ് ഈ പാണ്ടിമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടണമെന്നുള്ളത്. അവിടെ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഇലഞ്ഞി മരമുണ്ട്. ആ ഇലഞ്ഞി മരത്തിന് അടിയിലാണ് ഈ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഇലഞ്ഞിത്തറ മേളം നടക്കുക. 300ഓളം കലാകാരന്മാർ ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിന് കിഴക്കൂട്ട് അനിയന്മാരാണ് പ്രാമാണിത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇത്രയും അധികം കലാകാരന്മാർ വളരെ ഭംഗിയായി ഈ ഒരു ഇലഞ്ഞിത്തറ മേളം നടത്തുക. പിന്നെയാണ് നമ്മളൊക്കെ കാത്തു നിൽക്കുന്ന കുടമാറ്റത്തിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത്. ഈ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് ഈ പാറമേക്കാവ് വിഭാഗം ആദ്യം നമ്മൾ ഈ കാണുന്ന ഈ തെക്കേ നട വഴി കടന്ന് തെക്കോട്ട് ഇറക്കം നടത്തും. ഈ പാറമേക്കാവ് വിഭാഗം പുറത്തേക്ക് ഇറങ്ങി നേരെ സ്വരാജ് റൗണ്ടിന്റെ അവിടെ പോയി കറങ്ങി ഈ തെക്കേ ഗോപുരം നടക്കി അഭിമുഖമായി നിൽക്കും. അതേസമയം തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തും ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ തെക്കേ നടയിൽ അണിനിരക്കും. അങ്ങനെ മുഖാമുഖം തിരുവമ്പാടിയും പാറമേക്കാവും 15 ആനകളുടെ അകമ്പടിയോടുകൂടി നിൽക്കുന്നു. വളരെ പ്രശസ്തമായ കുടമാറ്റം അപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു തെക്കേ നട, ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ല ഈ ഒരു കുടമാറ്റത്തിന്റെ സമയത്ത്. ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം. അതായത് നമ്മൾ മുകളിലേക്ക് മണ്ണെറിഞ്ഞാൽ താഴെ വീഴില്ല എന്നൊക്കെ പറയുന്ന കാഴ്ച യാഥാർത്ഥ്യമാവുന്ന ഒരു സമയമാണ് ഈ കുടമാറ്റത്തിന്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ കുടമാറ്റ
കയറ്റം ഏതാണ്ട് 1 മണിക്കൂർ സമയമാണ് നടക്കുക. പിന്നീട് രാത്രിയോടെ ഈ രാവിലെ നടന്ന ഘടകപൂരങ്ങളും മടത്തിൽ വരവും ഒപ്പം പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്തുമൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ചെയ്യുക. പിന്നീട് പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുക. പുലർച്ചെ 3 മണിയോടുകൂടി തിരുവമ്പാടിയുടെയും പിന്നീട് പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. നാളെ പിന്നെ പകൽപൂരമാണ് നടക്കുകയും ചെയ്യുക. ഏതായാലും നമ്മളിപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ്. അല്പസമയത്തിനകം തന്നെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് ഇതുവഴി കയറി, ഈ തെക്കേ നട വഴി കയറി ഉള്ളിലേക്ക് പോകുന്നു. പിന്നീട് പടിഞ്ഞാറേ നട വഴി പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അവിടെയാണ് കണിമംഗലം ശാസ്താവിൻ്റെ നേതൃത്വത്തിലുള്ള മേളം നടക്കുക. അത് വളരെ പ്രശസ്തമാണ്. അവിടെ നിരവധി ആളുകൾ പടിഞ്ഞാറേ നടയിൽ ഈ ഒരു മേളം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ ഒരു ആവേശത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് പൂരം റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണോ? ഇത് ആകാംക്ഷയുണ്ട്. ഞാനിപ്പോൾ ചിന്തിക്കുകയത് നന്ദ് പറഞ്ഞിട്ടും തീരുന്നില്ല. അപ്പോൾ എന്തോ ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ പറയുക. ഇനി എന്തായാലും ഈ പകല്, ഈ രാത്രി, നാളെ പകല് ഈ വിചാരം ചൊല്ലി പിരിയുന്നവർ വരെ ഈ പൂരം എന്ന് പറയുന്നത് അല്ല ഇവിടെ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഞാൻ ഇന്നലെ വരുന്ന സമയം പോലെ എക്സൈറ്റഡ് ആണ്. പലപ്പോഴും പല കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഈ മേളങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ സ്ഥലം പിന്നിടുമ്പോഴത്തേക്ക് ഓരോന്നിനും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വെടിക്കെട്ട് നടക്കുന്നു. നമ്മൾ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചായിട്ടില്ല. കാരണം വെടിക്കെട്ട് നടത്തുമ്പോൾ പോലും അവിടെ പോലും അതിലൊരു താളം ഉണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായി. അപ്പോൾ എത്ര ഒരു കാൽക്കുലേഷനോടുകൂടിയാണ് ഈ പൂരം പോകുന്നത് എന്നുള്ളതാണ്.